റിപ്പോർട്ടിന്റെ ബിഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. ഇനി കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിൽ റാഗിംഗ് പതിവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി റാഗിങ്ങിനിരയായ വിദ്യാർത്ഥി തന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ അന്നാണ് ക്രൂരമായ റാഗിങ്ങിനിരയായതെന്ന കുട്ടി റിപ്പോർട്ടറിനോട് പറഞ്ഞു. രാത്രി 9:30 കഴിഞ്ഞാൽ സീനിയർ വിദ്യാർത്ഥികൾ റൂമിലേക്ക് വിളിപ്പിക്കും, കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ മർദ്ദിക്കുമെന്നും ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത് പതിവാണെന്നും വിദ്യാർത്ഥി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇത് മറ്റേ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ ആയിരുന്നു. പക്ഷെ അതിങ്ങനെ ആകുന്ന ആർക്കും അറിയത്തില്ലായിരുന്നു. നവംബർ എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതാക്കുമായിരുന്നു ചേച്ചി. ഇത് ഒരു സമയം കഴിഞ്ഞാൽ വിളിക്കണേ, അവരുടെ റൂമിലോട്ട് ഇങ്ങനെ വിളിക്കുമായിരുന്നു. അപ്പൊ ഇത് നമുക്ക് റോൾ മറ്റേ ഒപ്പിടുന്ന സമയത്ത് 9:30 വരെ ഉള്ളു. അത് കഴിഞ്ഞിട്ടാണ് ഇവര് വിളിക്കണേ. വിളിച്ചോണ്ട് പോവാ. അല്ല, വരാൻ പറയും. അപ്പൊ നമ്മൾ പോകും. നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് ഇതാക്കി നമ്മളെ ഉപദ്രവിക്കും. ആ വീഡിയോ തന്നെ ഇങ്ങനെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മൾ മീഡിയ കിട്ടിയ ഇത് ആരയച്ചു കൊടുക്കുന്നതില്ല. എന്റെ വീഡിയോ ഇങ്ങനെ ഇപ്പൊ അത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഫുള്ള് ഇതായിക്കൊണ്ടിരിക്കുക. അതിന്റെ ടെൻഷനിലായിരിക്കണം. കുറെ ഇതാ ഒറിജിനൽ വീഡിയോ തന്നെ സംഭവിച്ച ബ്ലർ ചെയ്യാതെ ഇങ്ങനെ ഇട്ടേക്കണം. അതിപ്പം പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായെന്നാണ് വിദ്യാർത്ഥിയുടെ പിതാവും ആരോപിക്കുന്നത്. പ്രതികളെ ബുധനാഴ്ച കസ്റ്റഡിയിൽ ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. അന്ന് തന്നെ ഹോസ്റ്റലിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്യും. അഞ്ജന അനിൽകുമാറുടെ വിശദാംശങ്ങളുമായി. അഞ്ജന, ഞെട്ടിക്കുന്ന കാര്യങ്ങൾ, ആ ദൃശ്യങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങളാണ് വിദ്യാർത്ഥി അഞ്ജനയുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടെന്ന് കൂടി ഇപ്പോൾ കുടുംബം ആരോപിക്കുകയാണല്ലോ. അന്വേഷണം ഏത് രീതിയിലാണിപ്പോൾ? വിനീത, പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പരാതിക്കാരനായ വിദ്യാർത്ഥി കോളേജ് ഹോസ്റ്റലിൽ റാഗിംഗ് സ്ഥിരമാണ് എന്ന് സ്ഥിരീകരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ ഏകദേശം ഒരു 9:30 കഴിയുമ്പോൾ റാഗിംഗ് അവിടെ പതിവാണെന്നും തന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ അന്നു മുതലാണ് റാഗിംഗ് തുടങ്ങിയത് എന്നുമാണ് വിദ്യാർത്ഥി റിപ്പോർട്ടറിനോട് പറഞ്ഞിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ നിലവിൽ 5 പ്രതികൾ മാത്രമേ ഉള്ളൂ എന്ന നിഗമനത്തിലാണ്. കൂടുതൽ പ്രതികൾ ഇല്ല എന്ന കണ്ടെത്തലിലാണ്. പ്രതികളെ ബുധനാഴ്ച കസ്റ്റഡിയിൽ ലഭിക്കും. അതിനുശേഷം കോളേജ് ഹോസ്റ്റലിൽ വിശദമായ തെളിവെടുപ്പുണ്ടാകും. പ്രതികൾക്കെതിരെ നിലവിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ അല്ലാതെ കൂടുതൽ വകുപ്പുകൾ ചുമത്താനും ഒരു സാധ്യതയുണ്ട്. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വേണ്ടി വന്നാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്താനാണ് നിലവിൽ പോലീസ് സംഘത്തിന്റെ തീരുമാനം. നാളെ ഈ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളെല്ലാം തന്നെ കോളേജിലെത്തും. ഇവരുടെ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. വിനീത, ശരി. അഞ്ജന അനിൽകുമാറാണ് വിശദാംശങ്ങൾ നൽകി.